ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ ഈ കണ്ടെന്തിരാപ്പോൾ ഈ ചാക്കെന്തിരാപ്പോൾ ഈ ചാക്കൊക്കെ പുതിയ നിൽക്കുന്നത്. അപ്പോൾ ഇതാക്കി ഞാൻ അത് പൊടി പൊടിച്ചിങ്ങാണ്ട് കൊണ്ടുവന്നുങ്ങാണ്ട് അപ്പോൾ ഒക്കെ ഒന്ന് തട്ടി കൂട്ടിയപ്പോൾ റേഷൻ കടയിൽ നിന്ന് അരി വാങ്ങിയിട്ടില്ല. അപ്പോൾ ഇന്നിപ്പോൾ എത്ര ഡേറ്റ്? 26 ആയിക്കോളൂ. മാറാണ് മക്കളെ. 27 ആയിക്കണം. അപ്പോൾ ഇതിന് ഇറങ്ങി കുറഞ്ഞ ആകെ 2 ദിവസമൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ അരി വാങ്ങാൻ വേണ്ടി പോവുക. അപ്പോൾ ഇന്നലെ ഷാജി അങ്ങനെ വാങ്ങണം, വീട്ടിൽ പോയി വാങ്ങലാണ്. അപ്പോൾ ഇന്ന് അവിടെ പോയി നോക്കി, ഇന്നലെയും പോയി നോക്കി. അപ്പോൾ ഉമ്മ അല്ല അവിടെ. അപ്പോൾ അരി വാങ്ങാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അരി വാങ്ങാൻ ചാക്കൊക്കെ റെഡിയാക്കി കൊടുക്കുകയാണ്. അപ്പോൾ എന്താ പറയുക, ഒരു പച്ചേരി ഉണ്ടാവും, ഒരു ചാക്കേരി ഉണ്ടാവും. ഇന്ന് ഗോതമ്പിന് വേണം. പച്ചേരി ഉണ്ടാവും, ചാക്കേരി ഉണ്ടാവും. ഞങ്ങൾക്ക് കുറേ അരി കിട്ടും ഇതോട്ടോ. കുറേ അരി ഉണ്ടാവും. പച്ചേരി ഉണ്ടാവും, ചാക്കേരി ഉണ്ടാവും, ഗോതമ്പ് ഉണ്ടാവും, ചിലപ്പോൾ നെല്ലുത്തേരി ഉണ്ടാവും. അപ്പോൾ 3 വലിയ സൈസ് ചാക്ക് ഒരു ഗോതമ്പത്തിനുള്ള 4 ഒക്കെ റെഡിയാക്കി കൊടുക്കുകയാണ് ഞാൻ. എന്നിട്ട് വേണം നമ്മൾ വിറകൊക്കെ ഒന്ന് മഴയൊക്കെ കൊണ്ട് ഇതൊക്കെ റെഡിയാക്കണം. അപ്പോൾ അതിൻ്റെയൊക്കെ ഒന്ന് പോയി ശരിയാക്കണം. അലക്കി എടുത്തൊക്കെ കേട്ടോ, അലക്കാൻ വേണ്ടിയിട്ട് യൂണിഫോമുകൾ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അലക്കി കംഫോർട്ടൊക്കെ മുക്കി നമുക്ക് എടുത്ത് വെക്കാം. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് അലക്കി റെഡിയാക്കി, വിറകുണ്ട് കുറച്ചൊന്ന് റെഡിയാക്കാനും. അപ്പോൾ ഒന്നൊക്കെ ശരിയാക്കട്ടെ. അപ്പോൾ നോമ്പൊക്കെ ഇപ്പോൾ കഴിയാനാവും. കറണ്ടില്ലേ? അപ്പോൾ മക്കളെ കറണ്ടും ഇല്ല കേട്ടോ. അപ്പം ഒന്ന് തുടക്കട്ടോ. ഇല്ല, കറണ്ട് പോയിട്ട്. അപ്പോൾ എന്നാൽ കറണ്ട് വന്നിട്ട് നമുക്ക് ഇടാം. അപ്പോൾ ഇത് നമുക്ക് വിറകൊക്കെ ഒന്ന് ശരിയാക്കുക, വെട്ടി മുറിച്ച് റെഡിയാക്കി എടുത്തേക്കട്ടെ. എടുത്ത് വെക്കട്ടെ. ഒക്കെ അങ്ങോട്ട് ഒന്ന് അത് മാറിക്കാം. റെഡിയാക്കി വേണം അടുക്കളപ്പണിക്ക് പോകാം. ഇതായിരുന്നാ ചെതല് പിടിച്ചാണ് പാടില്ലാതെ ചെതലിട്ട് പിടിച്ചിട്ട് ആകെ ഇല്ലാതെ കൊണ്ടൂരത് ഇതെന്തല്ലേ നിങ്ങളെക്കാണ്ട് വലുതാ. പാറ്റോടെ പോരി നമുക്ക് വിറകെടുത്തേക്കാം. നല്ല വിറക് കൂടിയില്ലേ അത്? മണ്ണാക്കി ഇവിടേക്ക് ഇങ്ങനെ എടുത്തേക്ക. ബീച്ച് ഒന്ന് കൊത്തി റെഡിയാക്കി എടുത്തേക്കാം. ചൂലുണ്ടാക്കല്ലേ? ചൂലുമ്പ പേര് എഴുതണമെങ്കിൽ വിത്ത് ചാടി ഉണ്ടായതാണ് കേട്ടോ. ഇതൊക്കെ ഉണ്ടായതല്ലേ? ഇങ്ങനെ ശരിക്കും അവിടെ തന്നെ ഇങ്ങനെ ഇതാക്കിയാൽ മതി. ഇതിപ്പോൾ ഈ കോഴിക്കളൊന്നും കാണാത്തോണ്ട് ഇതുണ്ടായി അല്ലേ? അവിടെ ഉണ്ടായിക്കോട്ടെ. തണുപ്പൊക്കെ ഉണ്ടാക്കാൻ തുളസിയാണത്. ചേട്ടല്ല ഭക്തിയൊന്നും വേണ്ട. കറകുമ്പണി അത് പൊട്ടൂല. ഇത് പറ്റില്ല. ഇതൊന്നും ചതൽ പിടിച്ചിട്ടില്ല. ഈ ഭാഗത്തൊക്കെ അത് പൊട്ടും തോന്നണു. കേട്ടില്ല.
നിങ്ങളുടെ ഡ്രസ്സിന് കേൾക്കണം. ആ അതൊക്കെ ആവും. വറക്കുമ്പോഴൊക്കെ എടുക്കുമ്പോൾ അപ്പം നമ്മളെ വീഡിയോ അതേമാതിരി ഒക്കെ മതിയോ? അവിടെ കഴിക്കൊന്നും വേണ്ടേ, ഞാൻ കഴുകിക്കൊണ്ട്. അതൊരു ഉപകാരമാണ്. വെട്ടി വെട്ടി മുറിച്ചാതെ അവർക്ക് വേണ്ടി മഴ പെയ്താൽ വെള്ളം നിൽക്കുമോ? പിന്നെ വെച്ച് അല്ലെങ്കിൽ നല്ല കല്ലും വെച്ചിട്ട് അമ്മട്ടാണ് കിടക്കണ്ട. അത് ഇതിപ്പോ വെട്ടി മുറിച്ചു. വെട്ടി മുറിച്ച ഉള്ളിൽ വെച്ചാൽ മതി. അവിടെ തന്നെ ഇടുകയാണെങ്കിൽ അത് നമുക്ക് ഇവിടെ അതിൻ്റെ വെള്ളം ഇരിക്കണം. ഇന്നാള് ഇതിൽ അങ്ങോട്ടേക്ക് വെള്ളം ഒഴുകി പോകുന്നു. എന്നിട്ടാണ് ഞാനിത് അങ്ങോട്ട് വെച്ചത് വെള്ളത്തിലായിട്ട്. ഇപ്പൊ ഇങ്ങോട്ട് ഇതിങ്ങനെ പറയുന്നു വെള്ളം അങ്ങോട്ട് വരുന്നില്ലേ പറയണ ചേച്ചി. എന്താ ഡ്രസ്സൊക്കെ മുക്കി തരികയാണ് കഞ്ഞിവെള്ളത്തില്. ഇവിടെ യൂണിഫോമും ഇതൊക്കെ ഉണ്ട്, ഒക്കെ എടുത്ത് വെക്കുക അല്ലേ? സ്കൂള് പൂട്ടിയേ, സ്കൂള് പൂട്ടി ഇനി യൂണിഫോമും ഒക്കെ എടുത്ത് വെച്ച് അടുത്ത 2 മാസം കിട്ടിയല്ലേ? 2 മാസത്തിനാണ് ഗുരുവായൂര്. പൊട്ടണ് പൊട്ടിനോക്കാണ് അവയത്ത് കണ്ടോ? പണി ഇപ്പൊ ഉണ്ടാക്കി പണി മടുക്കേണ്ടി ഓളുണ്ടായോണ്ട് അല്ലേ? പിന്നെ നിങ്ങളും ഉണ്ട് ഓളും ഉണ്ട്. ഞാൻ പോകും ചേച്ചി, നിങ്ങൾ രണ്ടാളും ഇങ്ങനെ ഇവിടെ ചേട്ടല്ലേ? നിങ്ങൾക്ക് പിന്നെ നമ്മക്ക് പണി തുടങ്ങി നമ്മൾ പോകും. തൊഴിലുറപ്പില്ലാത്തോണ്ടാ. 1 മാസം കൂടിയൊക്കെ ഉണ്ടാവും. വർക്കിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടോ. ഇനി ഇത് കുറച്ചും കൂടി ഉണ്ട്, ഫുള്ളായൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പം ഞാൻ എന്താ അറിയോ, പരിപ്പും വെള്ളരിക്കയും വെച്ചതേനി. അപ്പോൾ ഇത് ഞാൻ എന്താ ഫ്രിഡ്ജിൽ വെച്ചേരി. അപ്പോൾ ഇതൊന്ന് ചൂടാക്കാൻ വേണ്ടി അടുപ്പത്ത് വെച്ചാണ്. എന്നിട്ട് നമുക്കിത് ആ സാധാ ചോറാണ് റൈസ് കുക്കറിൽ ചോറൊക്കെ ഇറക്കി വെച്ച് ഒക്കെ ഊറ്റി റെഡിയാക്കി വെച്ചിട്ട് പിന്നെ ചിക്കൻ ഉണ്ടല്ലോ, ചിക്കന് കുറച്ച് നമുക്ക് ഇതാക്കണം. ചിക്കനോട് കുറച്ചൊരു കറി ഉണ്ടാക്കാം. എന്നാൽ പിന്നെ കുറച്ച് എന്തെങ്കിലും ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ പെൽച്ചക്കൊക്കെ എന്തെങ്കിലും വേണമല്ലോ. ചപ്പാത്തി ഉണ്ടാക്കുകയാണെങ്കിൽ അതെല്ലാം ചപ്പാത്തി ഉണ്ടാക്കും. അപ്പം അതിക്കൊരു കറിയായി വരുമ്പോൾ ഇതാക്കണേ. ഉള്ളി ഇഞ്ചി പേസ്റ്റൊക്കെ റെഡിയാക്കി വെച്ചതാട്ടോ. ഇത് വേറൊരു ആവശ്യത്തിന് റെഡിയാക്കി കഴിഞ്ഞാൽ അപ്പം അത് തന്നെ ഉണ്ട്. പിന്നെ ഇതാക്കണേ, 1 ഉള്ളിൻ്റെ ഹാഫ് എടുത്തിട്ടുള്ളൂ, കുറച്ചുള്ളൂ പോലെ. പിന്നെ നമുക്കൊരു തക്കാളി എടുക്കാം. ഏതായാലും ഞാൻ ഒരു തക്കാളി ഒന്നായിട്ട് എടുത്തും ചെയ്തേക്കും കേട്ടോ. ഒരു തക്കാളി എടുത്തു പിന്നെ അടുത്ത് വെക്കുക. അപ്പോൾ ഇത് ഞാൻ ചിക്കൻ പൊരിച്ച സൺഫ്ലവർ ഓയിൽ തന്നെയാണ്. അപ്പോൾ അതിന് കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു. കുറേ പ്രാവശ്യം ഒന്നും എടുക്കൂല കേട്ടോ. ഓരോ പ്രാവശ്യമൊക്കെ നമ്മൾ ചിക്കൻ പൊരിച്ചങ്ങാണ്ട് കുറച്ച് ബാലൻസ് ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കുള്ളൂ. അല്ലാതെ നമ്മളുണ്ടല്ലോ ഒന്നായിട്ട് എടുത്ത് ഒരു 2 വട്ടം 3 വട്ടം 4 വട്ടം 5 വട്ടമൊക്കെ അങ്ങനെ എടുക്കലില്ല കേട്ടോ. അങ്ങനെ എടുക്കാൻ പാടുമില്ല. അപ്പോൾ ഇനി ഇതാക്കുന്ന നമുക്ക് ഉള്ളി ഇഞ്ചി പേസ്റ്റ്, വലിയ ഉള്ളി ഒരുമിച്ചിടുക, തക്കാളി ചാടി, കറി ലീഫ് ഇടുക. ഇനി തക്കാളി ആഡ് ചെയ്യാം. നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കേട്ടോ. നമ്മളെ തക്കാളി ഇതൊക്കെ പാടൊന്ന് നല്ലോണം അങ്ങോട്ട് വെന്ത് വരട്ടെ. തക്കാളി കേടുകൾ എന്താ തക്കാളിൻ്റെ ഒക്കെ ഉറപ്പ്. ഇനി നമ്മൾ റെഡ് ചില്ലി ആവശ്യത്തിനനുസരിച്ച് ഇടുക കേട്ടോ. ചിക്കനും ഒക്കെ ഇട്ടു കേട്ടോ. മസാല ഒക്കെ ഇട്ടു, എല്ലാം റെഡിയാക്കി. വീഡിയോയിലൊന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ എന്താണെന്നറിയോ, ഒക്കെ ഇതിൽ മസാലകളൊക്കെ ഇട്ട് ഈ ഒരു വെള്ളം മതി, പറ വെള്ളം മതി നമുക്ക്. നെയ് 27-ാം രാവല്ലേ. അപ്പോൾ അതാക്കുന്നത് നെയ്യപ്പാട്ടോ.
പക്ഷെ ഇത് ഞാൻ ഉണ്ടാക്കിയതല്ല. ഇത് അപ്പുറത്തെ താത്ത ഉണ്ടാക്കിയതാണ്. അപ്പോൾ ആ താത്ത ഉണ്ടാക്കിയപ്പോൾ ഇവിടെ കൊണ്ടുവന്നതാട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ഉണ്ടാക്കിയില്ല. മധുരം ഉണ്ടാക്കിയ പോരെ, കുറച്ച് മധുരത്തിൻ്റെതല്ലേ. അപ്പം മധുരം ഓൾറെഡി ഇതാട്ടോ.